എന്തടി വല്ലാതിരിക്കുന്നേ? അയാളുടെ ഒരു നോട്ടവും ഭാവവും കണ്ടില്ലേ? ഇപ്പോഴല്ലടി പറഞ്ഞത് സൗന്ദര്യം ആസ്വദിക്കുന്നത് തെറ്റല്ലെന്ന്. അയാളൊരു വൃത്തിയായിട്ടവനാന്ന് തോന്നുന്നു. എന്റെ പൊന്നു മോളെ, നീ എത്രയും പെട്ടെന്ന് ഒരു വായ നോക്കിയിട്ട് കൂടെ നടക്കണ കാണാം. അല്ല, എന്താ നിന്ന് കളഞ്ഞേ? വേഗം വാടി. എടി, എന്നെ പോലത്തെ വായാടികളെക്കാളും നിന്നെ പോലത്തെ മിണ്ടാപ്പൂച്ചകളാ പെട്ടെന്ന് കലവടയ്ക്കുക. ഈ കളിയൊക്കെ എന്റെ അടുത്ത് വേണ്ട കേട്ടോ. May I come in? Come in. Welcome, Mr. Surya. Take your seat. Thank you, madam. Mr. Surya, ഇതൊന്ന് തുറന്നേ. പേടിച്ചോ? ഞാൻ ഇവിടെ എം ഡിയും നിങ്ങൾ വർക്കറും ആണെന്നുള്ള പക്ഷാഭേദം ഇല്ലാണ്ട് നമുക്ക് കുറച്ച് കാഷ്വലായിട്ട് ഇടപഴകാം. അല്ല, എന്റെ ബ്രദർ ഇങ്ങോട്ടൊരു പയ്യനെ അയക്കാന്നാ പറഞ്ഞേ. എന്നാ നിങ്ങളെപ്പോലൊരു സുന്ദരനായ ചെറുപ്പക്കാരനെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നോടും സിസ്റ്റർ കൺസേൺ എന്നാ പറഞ്ഞത്. എന്നാ സിസ്റ്ററുടെ കൺസേൺ ആണെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. നല്ല കത്തിയല്ലേ? എന്റെ പേര് സൂര്യ. ഇപ്പൊ കണ്ടില്ലേ, വന്നിരുന്ന ഉടനെ സൂര്യ എന്ന് പറയുന്നു. എന്റെ പേര് നേയ. നേയ എന്ന് വെച്ചാ മനസ്സിലിണങ്ങിയവൾ എന്നർത്ഥം. സൂര്യ എന്ന സൂര്യൻ, അഗ്നി എന്നർത്ഥം. രാജസ്ഥാനിലെ സ്ത്രീകൾക്ക് അഗ്നിദേവനെ വലിയ ഇഷ്ട. വരപ്രസാദത്തിനായി ദേവനെ പ്രസാദിപ്പിക്കും. സൂര്യ, ഞാൻ കുറച്ച് ഫ്രീ ടൈപ്പാ, ബട്ട് ക്ലീൻ സ്ലേറ്റ്. മിസ്റ്റർ സൂര്യ. യെസ് മാഡം. ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ടോ? ഞാൻ എപ്പോഴാ മാം ജോയിൻ ചെയ്യേണ്ടത്? എപ്പോ വേണമെങ്കിലും. ഐ മീൻ ജോലിക്ക് തന്നെ. ആട്ടെ, സൂര്യക്ക് ഇഷ്ടായോ? എന്ത്? പുതിയ സ്ഥലം, പുതിയ അറ്റ്മോസ്ഫിയർ ഇഷ്ടായോ? ഒരു മനുഷ്യൻ പുതിയ ജീവിതം തുടങ്ങുമ്പോൾ എല്ലാം പുതിയതാ. ഫ്രണ്ട്സ്, സ്കൂൾ, സൊസൈറ്റി, ജോലി, അച്ഛനും അമ്മയും ആലോചിച്ച് കല്യാണം കഴിച്ചിരുന്ന പെണ്ണ്, എല്ലാത്തിലും പുതുമയുണ്ട്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതാ എന്റെ പോളിസി. നിങ്ങളിലെ സൗന്ദര്യമുള്ളൂ എന്ന് കരുതി എന്നാ നിങ്ങളുടെ. യെസ് മാഡം. മിസ്റ്റർ ശിവ, ഒന്നിങ്ങോട്ട് വരൂ. ഞാനെന്താ പറഞ്ഞു നിർത്തിയേ? നിങ്ങളിലെ സൗന്ദര്യമുള്ളൂ എന്ന് കരുതി എന്നാ നിങ്ങളുടെ പോളിസി വളരെ മനോഹരമാണ്. കമിൻ. മീറ്റ് മിസ്റ്റർ സൂര്യ. ഹായ്. ഹായ്, ഐ എം ശിവ. ഇദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തേക്ക്. പിന്നെ ക്വാർട്ടേഴ്സിൽ തന്നെ താമസിപ്പിച്ചേക്ക്. ഓക്കെ മാഡം. താങ്ക് യു മാഡം. ഞാൻ സൂര്യയിൽ നിന്ന് നന്ദിയല്ല പ്രതീക്ഷിക്കുന്നത്. എനിക്ക് സൂര്യ മാത്രമാണ് വേണ്ടത്. എന്നുവെച്ചാ കമ്പനിക്ക് വേണ്ടി സിൻസിയറായി ഡെഡിക്കേറ്റഡായി വർക്ക് ചെയ്യണം. ഇത് കമ്പനിയുടെ സെല്ല. വെച്ചോളൂ. ആവശ്യമുള്ളപ്പോ എനിക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇതാണ് എന്റെ സെല്ല്. എത്ര സിൻസിയറായി സൂര്യ വർക്ക് ചെയ്യുന്നോ, ഇത് എത്രയും പെട്ടെന്ന് സൂര്യയുടെ കയ്യിലെത്തും. ഞാനിപ്പോ പോയി ജോലിയിൽ ജോയിൻ ചെയ്യട്ടെ മാഡം. വരൂ മിസ്റ്റർ സൂര്യ. യുവർ സീറ്റ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. മിസ്റ്റർ ശിവ, 1 സെക്കൻഡ്. ഞാൻ അപ്പോയിന്റ്മെന്റ് ഓർഡർ ടൈപ്പ് ചെയ്ത് തന്നേക്കാം. അതല്ല മാഡം, ആളെങ്ങനെ? അപ്പൊ താനും കേസ് തന്നെയാ എന്ന് വെച്ചാല്? വന്ന ഉടനെ പെണ്ണുങ്ങളെ പറ്റി അന്വേഷിക്കുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. ചുമ്മാ അറിയാനായിട്ടാ. ഫ്രീ ടൈപ്പ് ബട്ട് ക്ലീൻ സ്ലേറ്റ്. ഞാൻ കുറെ നമ്പർ ഇട്ടതാ, പക്ഷെ ഏറ്റില്ല. തനിക്ക് പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. ഒരു പക്ഷെ വർക്കൗട്ട് ആയാലോ. റിലാക്സ്. ഹായ് ശിവ. ഹായ് ഗൗരി. ഓ, താങ്ക് യു. കണ്ടിട്ട് ഒത്തിരി ആയല്ലോ. ഭയങ്കര ബിസിയാ. അല്ല, നിന്റെ വിശേഷം പറ. ഗുഡ് കമ്പനി, ഗുഡ് ഹെൽത്ത്, ദാറ്റ്സ് ഓൾ. ഗുഡ്. സാർ ഏതാ? മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല എനിക്ക്. ഓ, ഐ എം സോറി. ഹി ഈസ് മിസ്റ്റർ. ഓക്കേ, എക്സ്ക്യൂസ് മീ. ഫ്രണ്ട് ആണല്ലേ? യാ. രക്ഷപ്പെടില്ല ശിവ. ഒന്നുകിൽ നിന്റെ ഫ്രണ്ട്ഷിപ്പ് മാറ്റ്, അല്ലെങ്കിൽ നീ മാറ്. ഏയ്. ബൈ. ഇന്ന് ലഞ്ച് ബ്രേക്കിൽ സാറാരാന്ന് ഗൗരി ചോദിച്ചപ്പോ എന്നെ എന്തിനാടാ നീ ഇൻസൾട്ട് ചെയ്തേ? നമുക്ക് ഈ എടാ പോടാന്നുള്ള വിളി പറ്റുമെങ്കിൽ ഒന്ന് ഒഴിവായിക്കൂടെ? അപ്പോൾ എന്റെ ഫ്രണ്ട്ഷിപ്പ് തനിക്ക് ഇഷ്ടമല്ലേ? അങ്ങനെയാണ് ഞാനിപ്പോൾ തന്നോട് സംസാരിക്കൂ. താങ്ക് യു. തനിക്ക് വേണ്ടി എന്റെ ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല മിസ്റ്റർ സൂര്യ. വെറും സൂര്യാന്ന് മതി. കുറച്ച് കഷ്ടമാ. എന്റെ ഫ്രണ്ട്ഷിപ്പോ? നോ നോ, വളരെ നിസ്സാര ശിവ. സ്വയം മാറുന്നതോ? നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
സൂര്യ, ഞാൻ ഒരു ശ്രീരാമനല്ല, എന്ന് വെച്ച് പെണ്ണുപിടുത്തക്കാരനുമല്ല. എത്രയോ പെൺപിള്ളേർ എന്നോട് മുല്ലപ്പൂ വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനും കാശ് മുടക്കി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ആണുങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന മുല്ലപ്പൂവിന് വാസന കൂടുതലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വാങ്ങിക്കൊടുക്കുന്ന മുല്ലപ്പൂവിന് മണം കൊണ്ട് അവരിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ദുർഗന്ധങ്ങളൊക്കെ മാഞ്ഞു പോകും. ലൈഫിൽ നോ സെന്റിമെന്റ്സ്, നോ അറ്റാച്ച്മെന്റ്സ്. പക്ഷെ ഞാൻ പ്രേമിക്കും. എന്നാൽ ആ പ്രേമം സഫലമാകരുതെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കും. എന്തിനാണെന്നറിയോ? അപ്പോഴല്ലേ മറ്റൊരു പെണ്ണിനെ പ്രേമിക്കാനാവും. വെൽ, സമ്പാദിക്കുന്നത് ചെലവ് ചെയ്യാനായിട്ട്, ചെലവ് ചെയ്യുന്നത് സന്തോഷിക്കാനായിട്ട്. മൊത്തത്തിൽ ഞാനൊരു ഹീറോയും അല്ല, വില്ലനും അല്ല, ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ. എനിക്കൊരു പോളിസി ഉണ്ട് ശിവ. എന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശിവന്റെ മൂക്കിന്റെ അറ്റം വരെ ഉള്ളൂ, മൂക്കിൽ തൊടുന്നത് വരെ ഇല്ല. ഇത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. ശിവനും മെയിൻറ്റെയിൻ ചെയ്ത ഫ്രണ്ട്ഷിപ്പിന് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. വാടി. നീ പോയി തൊഴുതിട്ട് വാ, ഞാൻ ഇവിടെ നിന്നോളാം. അതെന്താ? നീ അവിടെ കണ്ണടച്ചു നിൽക്കും, പിന്നെ കണ്ണ് തുറക്കുന്നത് വരെ വായ നോക്കാൻ ഞാനില്ല. അയ്യോ, അത് പാവാ. ഈശ്വരനെ പഴിക്കരുത്. ഞാൻ ഈശ്വരനെ പഴിച്ചല്ല, ഞങ്ങൾ തമ്മിലുള്ള കുശലാന്വേഷണം നന്നേ കുറവാ. എന്റെ കാര്യം എനിക്ക്, തന്റെ കാര്യം തനിക്ക്. പരിപാടി തീർന്നു. എന്തേ, നിന്റെ ജീസസ് ശിക്ഷിക്കുന്നുള്ള പേടിയാ നിനക്ക്? മണ്ടത്തരം പറയാതിരി. എന്റെ മുത്തശ്ശൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന അസലൊരു ബ്രാഹ്മണനായിരുന്നു. എന്റെ അച്ഛൻ എന്റെ അമ്മയെ കല്യാണം കഴിക്കാനായിട്ട് മതം മാറിയതാ. അക്കാരണത്തിൽ എന്റെ അച്ഛനെ നാട്ടുപ്രമാണിമാരൊന്നും വെട്ടിക്കൊന്നില്ല. നാളെ എന്റെ മോൻ മതം മാറിയാലും ജീസസ് അവന് കുരിശ് തറക്കില്ല മോളെ. അതൊക്കെ പോട്ടെ, ശ്രീകോവിലൊന്ന് പ്രദക്ഷിണം വെച്ചിട്ട് വരാം. മനസ്സിന് വളരെ സമാധാനം കിട്ടും. നീ പോയി പ്രദക്ഷിണം വെക്ക, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇതിലാർക്കാ സമാധാനം കിട്ടുമെന്ന് അറിയാലോ. നീ ഒരിക്കലും നേരെയാവില്ലടി. ഭഗവാനെ, എൻ്റെ സൂര്യ സുഖമായിരിക്കണം. എനിക്ക് വേഗം ഒരു ജോലി കിട്ടണേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കാൻ അവിടുന്ന് കരുണ കാണിക്കണേ. ഇല്ല, നിങ്ങൾ വെക്കോളൂ. നമസ്തേ അസ്തു രുദ്രരൂപേഭ്യഃ വാമദേവായ നമോ ജ്യേഷ്ഠായ നമഃ ശ്രേഷ്ഠായ നമോ രുദ്രായ നമഃ കാലായ നമഃ വാമദേവായ നമോ ജ്യേഷ്ഠായ നമഃ ശ്രേഷ്ഠായ നമോ രുദ്രായ നമഃ സ്വാമി, കാലായ നമഃ സ്വാമി, പ്രസാദം കിട്ടിയില്ല. നമോ ജ്യേഷ്ഠായ നമഃ ശ്രേഷ്ഠായ നമോ രുദ്രായ നമഃ കാലായ നമഃ സദ്യോ ജാതം പ്രപദ്യാമി സദ്യോ ജാതായ വൈ നമോ. നിങ്ങളാരാ? നിങ്ങൾ എന്തിനാ എനിക്ക് പ്രസാദം തരുന്നേ? അദ്ദേഹത്തെ വിളിച്ചത് അദ്ദേഹം കേട്ടില്ല എന്ന് തോന്നുന്നു. ഭഗവാന്റെ പ്രസാദമല്ലേ, എടുത്തോളൂ. നിങ്ങൾ എന്നെ മനഃപൂർവ്വം ഫോളോ ചെയ്യല്ലേ? നിങ്ങളുടെ മനസ്സിൽ എന്നെ പറ്റി തെറ്റായ ധാരണയുള്ളത്. ഇനി മേലാൽ ഇങ്ങനെ ചെയ്ത എന്റെ സ്വഭാവം അറിയും. അല്ല കമലേ, നിനക്കും അയാൾക്ക് എന്താടി പ്രശ്നം? അയാൾ ആരാ എനിക്ക് കുങ്കുമം തരാൻ? അമ്പലത്തിൽ ആര് വേണമെങ്കിലും ആർക്കും കുങ്കുമം കൊടുക്കാം. എന്ന് വെച്ച് ഏതൊരാണ് തന്നാലും വാങ്ങാൻ പറ്റുമോ? അല്ല, ആ പൂജാരി ഒരാണല്ലേ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, നിനക്ക് കിട്ടുന്ന സമാധാനത്തെക്കാൾ അധികം എനിക്ക് കിട്ടൂന്ന്. മനസ്സാ ഇതിനൊക്കെ കാരണം. വാ കമലി.